യാസിനൊക്കെ ഭയങ്കര കള്ളനാട്ടോ, നിങ്ങളെല്ലാവരും ചോദിക്കണം. വെൽക്കം ടു യാസിൻ വ്ളോഗ്സ് ഫാമിലി. ഞാൻ നിങ്ങളെ സ്വന്തം ശിങ്കു. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് കണ്ടിട്ട്. ഒന്നും ഉണ്ടായില്ല. ഞാൻ ഭയങ്കര പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ യാസിൻ്റെ നാട്ടിലെത്തിയില്ലേ, അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവരിടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാഞ്ഞത്. എനിക്ക് മടി പിടിച്ച്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് വെക്കേഷൻ സ്റ്റാർട്ടായത്. അതായത് 31 ജനുവരി 9 വരെ ഞങ്ങൾക്ക് വെക്കേഷനാണ്. അതായത് ഇവിടെ ക്രിസ്മസ് ആഫ്റ്റർ ന്യൂ ഇയർ ആണ് കേട്ടോ. ഞാനിപ്പം ഇത് നമ്മളുടെ 2024 എന്താ പറയുക ലാസ്റ്റത്തെ വീഡിയോ ആണ്. പിന്നെ എല്ലാവർക്കും 2024 ഹാപ്പിയസ്റ്റ് ഇയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഹാപ്പിയസ്റ്റ് ഇയർ ആയിരുന്നു. ബിക്കോസ് എൻ്റെ വെഡ്ഡിങ് 2024. അപ്പം സോ ഞാനിവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൈ നല്ല സ്നോ ഉള്ളായിരുന്നേ. ഈ കൈ മരവിച്ചുകൊണ്ട് ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ എല്ലാം കാണിച്ചു. അയ്യോ, ഉള്ളിൽ സ്നോയിൽ വെള്ളമായി പോയി കണ്ടില്ലേ ഗൈസ്? എനിക്ക് നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീയും എല്ലാം ഉണ്ട്. നോക്ക്, വാവ്, നമുക്ക് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം. അവിടെ ആ ഏരിയ പോയാൽ ഭയങ്കര കുതിരയും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഐശ്വര്യ തപ്പിയിട്ട് അങ്ങോട്ട് പോവാം. ഭയങ്കര മഞ്ഞ വിചാരിക്കാൻ പോകുന്നില്ല. അവിടെ ഐശ്വര്യ ഗുരിയെല്ലാം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ ഏരിയ കാണിച്ച് എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും. പണ്ട് ഇവിടെ പൂക്കളൊക്കെ വിരിച്ച ഒരു സ്ഥലമായിരുന്നു. ഫുള്ള് മഞ്ഞിൽ കൂടി, നല്ല മഞ്ഞാണ്. എന്നിട്ട് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഐശ്വര്യ കൈമര വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കാം. നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായില്ല, അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ പറ്റില്ല. ഞാൻ ചെന്ന് നോക്കണം. ഭയങ്കര ഈ യാസിനൊക്കെ ഭയങ്കര കള്ളനാട്ടോ, നിങ്ങളെല്ലാവരും ചോദിക്കണം. കറക്റ്റ് മഞ്ഞിൻ്റെ ടൈമായി ഇവിടുന്ന് അങ്ങോട്ട് എസ്കേപ്പ് അടിച്ച് ഞാൻ മാത്രമായി ഇവിടെ. അപ്പം പുള്ളി ഇപ്പോൾ നാട്ടിൽ ഭയങ്കര സൂയിക്കാം. ഞാനിവിടെ കഷ്ടപ്പെടുക. കാര്യമല്ല, നമ്മൾ പഠിക്കാൻ വന്നാലേ അത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് എനിക്കാണ് അവിടെ നാട്ടിൽ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരണമെന്നുള്ള ചിന്തയൊന്നുമില്ല ഗൈസ്. നിങ്ങളെല്ലാവരും ചോദിക്കണതിനെ പറ്റി. ഞാനിവിടെ ഭയങ്കര സ്ട്രഗിളിലാണ്. അയ്യോ, ഇനി 5 മാസം കൂടി നമ്മളിവിടെ ഉള്ളൂ. നമ്മളാരും ഇവിടെ നിൽക്കുന്നില്ല. നമ്മളെന്നല്ല, നമ്മളുടെ കുറച്ച് ടീമുകൾ നിൽക്കുന്നില്ല. വേറെ പലരും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ അർഹാങ്കൽസ്ക് ഏരിയ റഷ്യ വിടുവാണ്. ഇനി ഭാവിയിൽ ഇനി തിരിച്ചു വരാം. ഓക്കെ, ശ്രദ്ധിച്ച് ഗൈസ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫുള്ള് വ്യൂ കാണിച്ചു. നല്ല ഭംഗിയില്ല. സൂപ്പർ മാജിക്കലായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ക്യാമറ കൂടെ നോക്കുമ്പോൾ കുറച്ച് മാജിക്കലും ഫെയറി ടൈലൊക്കെ പോലെയാണ്. പക്ഷെ അത് ആസ്വദിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഈ മഞ്ഞ് വീഴ്ച. ക്ലൈമറ്റ് ടെമ്പറേച്ചർ വൈസ് കുറവാണ്. -2 അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴുള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഇതേപോലെ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഈ കഷ്ടപ്പാടും കാര്യങ്ങളും. ഇപ്പോൾ ഓരെവിടേക്കാണ് പോലും അറിയത്തില്ലല്ലോ. കുറച്ച് ഞാൻ ചെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക് വേറെ ആർക്കെ. അയ്യോ, എൻ്റെ ഡോർ ഇതല്ല, മാറിപ്പോയി ഗൈസ്. ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കഴിക്കുന്ന ഒരു വികാരമില്ലേ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഐറ്റങ്ങൾ അവിടെ ഇരിക്കുമോ? വേണ്ടില്ലേ? എൻ്റെ കൈ എൻ്റെ ഉമ്മ ഇതിങ്ങനെ തുറക്കാനും പറ്റില്ല. ഹലോ, അവനവിടെ വരാം. ഒരു വീഡിയോ ആയിക്കോട്ടെ, എന്നാൽ വിശാഖണ. ഇത് ആ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു ബിൽഡിംഗ് ആണ്. അയ്യോ, ക്യാമറ വെള്ളമുണ്ട് ഗൈസ്, ഞാൻ തുടച്ചോട്ടെ. ട്രീൻ്റെ അടിവിൽ. അപ്പോൾ ബാക്കിയുള്ളവർ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ഐശ്വര്യ. യു ഗൈസ് നോ ഹെർ, ഫെമിലിയർ. കാവ്യ. ഓക്കെ, വാ ഗൈസ്, നമുക്ക് ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പൂരപ്പറമ്പിലേക്ക് പോകാൻ. അവിടെ കണ്ടില്ലേ നിങ്ങളൊരു പൂരം? എന്തേ ആ
എന്നാ വ്ലോഗ് എടുത്താട്ടെ ഗൈസ്. അതായത് ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാം. ഒന്നാമത് നല്ല മഞ്ഞ്, നല്ല കാറ്റ് എല്ലാം ഉണ്ട്. ഇത് ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ പൂരപ്പറമ്പിൽ പോകാൻ. അന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം ക്യാമറമാൻ. അപ്പം ഇതാണ് നമ്മളുടെ 2024 അവസാനത്തെ വ്ലോഗ് ഗായ്സ്. അപ്പം അധികം അകലെ പോണ്ട, മൈക്കില്ല. ഇനി ഇത് ഫുള്ളാക്കട്ടെ. നല്ല രസമില്ലേ? വേണേ ഇരിക്കണോ? എല്ലാം കിട്ടിയുണ്ടോ? ഇത് വ്ളോഗ് അയച്ചിട്ടില്ല. അവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് കുതിര. വലിയ കുതിര, ചെറിയ കുതിര, മീഡിയം കുതിര, പല സൈസിലും കുതിര. കണ്ടില്ലേ, ഒരു കുട്ടി പോകണുണ്ടില്ലേ കുതിരയുമ്പോൾ. ഇതാണ് ഇവിടെയൊക്കെ പോകണം. നല്ല അടിപൊളിയായിട്ട് ബസ് പോകുന്നു. ഒരാൾ എവിടെ പോയി ചോദിച്ചങ്ങളൊക്കെ ഓടുന്നത്. ഇതാണ് നമ്മളുടെ ഡെക്കറേഷൻ ഗൈസ്. ആക്ച്വലി ഇത് നമ്മളുടെ റഷ്യൻ്റെ ഒരു അർഹാങ്കൽസ്ക് ഏരിയക്കാരനാണ് ഇത്ര ചെറിയ ക്രിസ്മസ്. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അങ്ങനത്തെ വലിയ വലിയ ഡെസ്റ്റിനേഷനിലൊക്കെ പോയാൽ ഭയങ്കര എന്താ പറയുക, ഒരു ഫെയറി ടൈല് പോലെയാണ്. നല്ല രസമാണ് കാണാൻ. ഫുള്ള് കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഇപ്രാവശ്യം പോയില്ല. കാരണം ഒന്നാമത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആയാലും മോസ്കോ ആയാലും ഈ മഞ്ഞത്ത് പോയ ഇതേ കണക്കാണ് കാണാൻ. അപ്പം സമ്മറിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി സെൻറ്റ് പീറ്റേഴ്സ്ബർഗൊക്കെ കണ്ടതാണ്. എന്നെ കാണുന്നുണ്ട്. അപ്പം യാസിനിക്ക പറഞ്ഞ് ഈ വെക്കേഷൻ എന്തായാലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും മോസ്കോയിലൊന്നും പോവണ്ട, വന്നിട്ട് എന്നെ സോച്ചി കൊണ്ടാവാം. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്നും പോവാണ്ടിരിക്കുന്നത്. ഇനി മൂപ്പര് വന്നിട്ട് എനിക്ക് സോച്ചി പോകാൻ. ഞാൻ സോച്ചി കണ്ടിട്ടില്ല, പക്ഷെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗും മോസ്കോ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഏറിയിട്ട് വേറെ ഒത്തിരി പേര് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ എത്തിയിട്ടോ. അവർ ഇന്നലെ ഫ്ലൈറ്റ് എടുത്ത് ഇന്നും കുറേ പേര് പോകുന്നുണ്ട് അല്ലേ. ആദിലൊക്കെ ഇന്നാ പോകണം. ആദിൽ, താരിഫ്, ആ ടീംസൊക്കെ പോകുന്നുണ്ട്. നമ്മൾ മാത്രം പോയിട്ടില്ല. നമ്മളിവിടെ പേടിയാണ് കുറച്ചൊക്കെ. കാരണം ഈ വാറിൻ്റെ സാഹചര്യത്തിൽ എവിടെയാണ് അറ്റാക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. സേഫാണ് കംപ്ലീറ്റ്ലി, എന്നാലും ഒരു ചെറിയ പേടി അങ്ങനെ ഉണ്ടാവാം എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുക. ഇതിനെ കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഈ മഞ്ഞ സൈറ്റുകൾ എങ്ങനെ തണുപ്പ് സഹിച്ച് നിൽക്കണില്ലേ. ക്യാമറമാൻ ഒന്ന് സംസാരിക്കാട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ക്യാമറമാൻ സംസാരിക്കാൻ വെള്ളക്കുതിര, കറുത്ത കുതിര, കുതിര വണ്ടി എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പുണ്ട്. ദേവദൂതനിലെ അലീന ചെറുതും വലുതുമായ എല്ലാ ടൈപ്പ് ഓഫ് കുതിരാസ് ഇവിടെ ഉണ്ട്. അവിടെ നോക്ക്, ഫുള്ള് നല്ല രസമില്ലേ ഗൈസ്. നല്ല ഭംഗിയിട്ട് കാണാം, നല്ല രസം. മഞ്ഞും കുതിരയും എല്ലാം നല്ല. ഒരു കുതിരക്ക് മതിളകിയിട്ടുണ്ട്. ഇവരെവിടെ പോവാ? കുറേ ടീം അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. സീനില്ല. എനിക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അവിടെ ഭയങ്കര പൂരപ്പറമ്പ് പോലെ എല്ലായിടത്തും ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് അങ്ങോട്ട് പോകണം, ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പം 31 ഞാൻ പറഞ്ഞില്ലേ, മറക്കണ്ട. ഇവിടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ കുറച്ച് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അവിടെ ഇളകും. അപ്പം ഞാൻ അവിടെ പോയി ഫോട്ടോസും റീൽസിനൊക്കെ തല കൊടുക്കട്ടെ. ഐഷ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനുണ്ട് കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ. ഒരു കൊച്ചും നല്ല രസമുണ്ട് കാണാൻ. കറണ്ട് കാശ് കുറേ കൊടുക്കണ്ടാവില്ലേ ഗവൺമെന്റല്ലേ? കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ അത് ഞാൻ അറിയില്ല. എല്ലായിടത്തും ലൈറ്റ് ഇട്ട് ചേക്കാം. മറ്റേ ബോംബ് സൈസ് ഇരിക്കുന്നു ഇതൊക്കെ. മറ്റേ ഇതൊക്കെ പണ്ട് നമ്മളുടെ മഞ്ഞിന്റെ സാധനങ്ങളൊക്കെ 2025 പോയി എടുക്കണം. ഇവിടെ മൊത്തം ഭയങ്കര കൊടും
പോയിത്തോടി അവിടെ കുതിരൊക്കെ ഉണ്ടായിരുന്നു. ഐറ്റങ്ങളൊക്കെ അകത്ത് കയറ്റി വെച്ചെന്ന് തോന്നുന്നു, കാണുന്നില്ല. ഒരു കാസ്റ്റിൽ കയറിയിട്ടുണ്ട്. അയ്യോ നല്ല രസമുണ്ടല്ലേ ഫോട്ടോ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബർഗർ കിങ്ങി വന്നേക്കേട്ടാ. എനിക്ക് 6 ട്രൈ കാവ്യ തിന്ന് നമ്മളെല്ലാരും കൂടെ തിന്ന്. ഹലോ ഒരു കുപ്പി ഇതും തീർത്തിട്ട് അവിടെ ഒരു ട്രേ, ഇവിടെ ഒരു ഇവിടെ എല്ലാം ഉണ്ട്. ഈ 80 മധുരമാണുള്ളത്. ഗ്ലൂക്കോസ് പൊടി. ഹാപ്പി ന്യൂ ഇയർ ഗിഫ്റ്റ്. ഡാഡിയുടെ വകയാണ്. ഡാഡി തരണുണ്ടല്ലോ. ഓക്കെ ബൈ ബൈ. ഇതാണോ അലങ്കാരം? പള്ളിപ്പറമ്പ് പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ശിങ്കുടെ കണ്ണ് നോക്കട്ടെ, കണ്ണ് നോക്കട്ടെ. തിളങ്ങുകയല്ലോ. ഭർത്താവില്ലാണ്ട് കണ്ണൊക്കെ തിളക്കുന്ന എന്തിനാ? ഫ്രണ്ട്സ് വിത്ത് മൈ ഡേറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞു ഇന്ന് ഒരുങ്ങിയപ്പോ ഞാൻ എന്താ പറഞ്ഞ എന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അപ്പൊ എന്നോട് പറഞ്ഞു സുന്ദരി ആയിട്ടുണ്ട്. ഞാൻ ഡേറ്റ് വിത്ത് മൈ ഫ്രണ്ട്സിന്റെ വിത്ത് ഫ്രണ്ട്സ് അല്ല, വിത്ത് ഗേൾസ്. ഗേൾസ് ഡേറ്റ് അവസാനിക്കുന്നു. അല്ല അപ്പൊ അവസാനിക്കല്ലേ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോ? ഇപ്പൊ ഇറങ്ങുമ്പോ അവസാനിക്കും. ഓക്കെ. ആഫ്റ്റർ സോ ലോങ് എല്ലാവരെയും കാണുന്നുണ്ട് ഒരുമിച്ച്. പിന്നെ എല്ലാരും നമ്മള് 5 മാസം കൂടെ ഉള്ളു ഇവിടെ, അറിയോ? ഫസ്റ്റ് ഇയറിന്റെ ഡേറ്റിന് ശേഷം 6th ഇയർ ആയി. അങ്ങനെ റെസ്പോൺസിബിലിറ്റി കൂടി, കോളേജ് ലൈഫ് കഴിഞ്ഞു. അയ്യോ ഇനി അടുത്ത ന്യൂ ഇയറിന് എല്ലാവരും പല പല ലൊക്കേഷനിലായിരിക്കും ഗൈസ്. ഐഷ അതിൻ്റെ ഇടയിൽ പ്രാരാബ്ദമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓക്കെ, അപ്പം ഞാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ ന്യൂ ഇയർ എന്താ പറയാനുള്ളത്? അയ്യോ പറയേ, ന്യൂ ഇയർ ആയിട്ട് എന്താ പറയാനുള്ളത്? ന്യൂ ഇയറിനെ കുറിച്ച് എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ്. അടുത്ത വർഷമെങ്കിലും മാനഹാനി അതുപോലെ തന്നെ സുരാജ് പറയുന്നത് ഇങ്ങനെ പറയും. എനിക്ക് ന്യൂ ഇയർ ഭയങ്കര ഒരു ന്യൂ ഇയർ ആണ്. പറയുന്ന പോലെ ധനനഷ്ടം, മാനഹാനി, അർബുദം. അയ്യോ അർബുദോ? ക്യാൻസർ ആയിട്ടാ? അതെനിക്കറിയാം. ഇതൊന്നും ഇല്ലാത്തൊരു ന്യൂ ഇയർ ആണ് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ ഒരു നല്ല ന്യൂ ഇയർ ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ 2020 ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അടിച്ചു പൊളിക്കാം. എല്ലാവരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം. ഞാൻ കണ്ടില്ല, സേഫ് ആയിട്ട് ഇരിക്കാം. അത്രേ ഉള്ളൂ. 2025 കാണുന്നു കാവ്യ. ഇപ്പോഴെങ്കിലും വായ തുറന്നു. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കെണ്ടിയായിട്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താ? ഇല്ല, ഞാനും എടുത്തിട്ട് ഞാൻ റെസൊല്യൂഷൻ എടുത്തു. എന്നിട്ടെന്നറിയോ, തടി കുറക്കുക ഗൈസ്. എന്റെ തടി കുറക്കണം. ഞാനപ്പോ മെഗ്ഡീന്ന് ഇറങ്ങി, കുറെ 2 പേര് പോയി. ഞാൻ പോവാണ്. എന്റെ ബസ് എനിക്ക് ഇനി 7 മിനിറ്റിലുണ്ട്. ഇവിടെ മൊത്തം ഫുള്ള് കൊടുങ്കാറ്റാണ്. ഭയങ്കര കൊടുങ്കാറ്റ്. ഈ ബസ്സൊക്കെ എങ്ങനെ പോകുന്നു മനസ്സിലാവില്ല. നാളെ ന്യൂ ഇയർ ആണ്. അപ്പൊ അതിന്റെ പേടിയാണ് പോവാൻ ബസ്സിലൊക്കെ. കാണത്തില്ലല്ലോ നമ്മളെ റോട്ടിൽ നിന്ന് ഗവൺമെന്റിന്റെ വണ്ടി വന്ന് ഐസ് കോരുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഐസ് ഇങ്ങനെ കോരി ഇവർ ഈ സൈഡിലോട്ടിടും. കണ്ടോ, JCB എന്നിട്ട് ഇവർ ഈ സൈഡിലോട്ടിടും. മഞ്ഞ് കോരുന്നതാണ് ഇവിടുത്തെ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് പക്ഷെ ഭയങ്കര കാറ്റും മഞ്ഞും. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. ഈ കോരി ഇവർ ഈ സൈഡിൽ കാട്ടി ഇങ്ങനെ വെക്കും. അതാണ്
അതേപോലെ ഇവിടെയും വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ല ഇതാ കണ്ട, റോട്ടിലൊക്കെ ഇങ്ങനെ മഞ്ഞ് ഭയങ്കര ഒരുമാതിരി വൃത്തികെട്ട കാലാവസ്ഥയായി ഗൈസ്. ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും വീട് പിടിക്കണം. വണ്ടിയില്ലേ ഫൈനലി ഞാൻ ബസ് ഇറങ്ങിട്ടോ, എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. നോക്ക്, ബസ്സൊക്കെ ഭയങ്കര നിരങ്ങിയാൻ പോകുന്ന മഞ്ഞ്. ഈ ഗവൺമെൻറ്റിൻ്റെ വണ്ടി വന്ന് ക്ലിയർ ചെയ്തതിലും കൂടി ഇവിടെ എന്നാലും മഞ്ഞിങ്ങനെ റീഫിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രക്കും മഞ്ഞാണ് ഗൈസ്. നോക്കിയാൽ കണ്ടില്ലേ എത്ര മാത്രം ഡെപ്പോസിറ്റായി. നോക്ക് കണ്ടില്ലേ, പതുക്കെ എല്ലാ വണ്ടിയും പോണത്. അയ്യോ ഭയങ്കര കാറ്റ്. ഇനി ഞാൻ വേഗം റൂമിലേക്ക് പോട്ടെ, നാളെ ന്യൂ ഇയർ ആണ്. അയ്യോ, പിന്നെ ഈ വീഡിയോ എപ്പോൾ ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഈ ചെന്നിട്ട് അയച്ചു കൊടുക്കണം യാസിൻകാക്ക്. അത് കഴിഞ്ഞിട്ട് ഇട്ടോളും, അറിയാൻ പറ്റില്ല. കണ്ടില്ലേ കാറ്റടിക്കുന്ന. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിങ്ങളായിട്ട് വർത്താനം പറഞ്ഞ് നടന്നിട്ട് പോവാ. നല്ല കാറ്റുണ്ട് കണ്ടില്ലേ. പണ്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, അവിടെ നല്ല പുല്ല് പൂവ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നോക്കിയാൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി വന്നിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ കോരിയിടും, അങ്ങോട്ട് അപ്പുറത്തും കോരിയിടും. അങ്ങനെയാണ് കണ്ടില്ലേ. ഫുള്ള് ഭയങ്കര കാറ്റും ഇതും. എൻ്റെ കോട്ടിൻ്റെ ഈ തൊപ്പിൻ്റെ ഭാഗമൊക്കെ ഫ്രോസണായി നിൽക്കാം. അയ്യോ, അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, ലവ് യു ഫ്രം ഷിങ്കു.